മച്ചാന്മാരെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്രയെന്ന് പറഞ്ഞാൽ കർണാടകയിലെ ഒരു കോട്ടയിലാണ് കേട്ടോ. 9-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു കോട്ടയിലോട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്ര. അപ്പോൾ ഈ ഒരു കോട്ടയുടെ പേരെന്ന് പറഞ്ഞാൽ കവലദുർഗ കോട്ടയാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ കവലദുർഗ ഫോർട്ടിലോട്ട് പോകുന്ന ആ ഒരു റൂട്ടും കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഷിമോഗയിലെ തീർത്ഥഹള്ളിയിൽ നിന്നും ഏകദേശം 18 കിലോമീറ്ററാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുവാനുള്ള ആ ഒരു ദൂരം. ഈ ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പോകുന്ന വഴികളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വനം ഏരിയ പോലുള്ളതാണ്. അധികം വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ ഞാൻ പോകുന്ന വഴി തന്നെ ഒരു വണ്ടിയും കണ്ടില്ല. ഞാനാണ് രാവിലെ കയറി പോവുകയാണ്. അപ്പോൾ രണ്ട് സൈഡും പക്ഷേ റോഡ് കുഴപ്പമില്ല, പക്ഷേ നന്നായിട്ട് പോകാം കേട്ടോ. കുറച്ച് വളവും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. മച്ചമ്പരെ, അപ്പോൾ ഈ കോട്ടയെക്കുറിച്ച് എനിക്കറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കേലാടി രാജ്യത്തിൻ്റെ 4ാമത്തെയും അവസാനത്തെയും തലസ്ഥാനം കൂടെ ആയിരുന്ന ഒരു കോട്ടയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു കാലത്ത് ഒരു അതിഗംഭീരം ആഡംബരമായിട്ടൊക്കെ കഴിഞ്ഞിരുന്ന ഒരു കോട്ടയാണ് കേട്ടോ. ഇന്നത് തകർന്ന് നമുക്ക് അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നാലും ഒരുപാട് യുദ്ധങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ, ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു കോട്ടയിലോട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ പോകുന്ന വഴി ഉണ്ടോ, ഒരു വീടുകൾ ഇതൊന്നും കണ്ടില്ല. ഇവിടെ എത്തിയപ്പം കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ കുറച്ച് കൃഷി സ്ഥലവും നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ആ ഒരു കണ്ണൂർ ആ സ്ഥലത്തൊക്കെ ഉള്ള ഒരു ഫീലാണ് കേട്ടോ. ഫുള്ള് വയലും അത്യാവശ്യം വീട് കാര്യങ്ങൾ, ഒരു ബസ്സിനെയും കണ്ടു. അപ്പോൾ ഇതുവരെ ഫുള്ള് വനമായിരുന്നു. അപ്പോൾ ഇനിയും നമ്മൾ വനത്തിനുള്ളിൽ കൂടെ ഒരു കോട്ടയിലോട്ട് പോവുകയാണ്. ഒരു കുന്ന് കയറി വേണം നമുക്ക് പോകാൻ. അത്യാവശ്യം ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് വണ്ടി ഒതുക്കുകയാണ്. കുറച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങിയാണ്. ആ ഒരു ഗ്രാമപ്രദേശം പോലെ, നമ്മളെ പാലക്കാട് കണ്ണൂർ പോലുള്ള ആ ഒരു ഏരിയ പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇത് കർണാടകയാണ്. നമ്മൾ ഇതുവഴി കയറി ഒരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ കവലദുർഗ എന്ന് മാപ്പിൽ സെർച്ച് ചെയ്ത് വന്ന് കുറച്ച് ദൂരം കഴിയുമ്പോൾ ഈ ഒരു ഭാഗമൊക്കെ എത്തുമ്പോൾ പിന്നെ നമ്മൾ ബാക്കി സൈൻ ബോർഡ് വെച്ച് നമ്മൾ റൂട്ട് നോക്കുന്നത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. എന്നായിരിക്കും നല്ലത്. കാരണം മാപ്പ് പിന്നീട് എത്തുമ്പോൾ അവസാനം ഒരു 2 കിലോമീറ്റർ കറക്റ്റ് അല്ല കാണിക്കുന്നത്, ലൊക്കേഷൻ വേറെ തെറ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി സ്ഥലം നമ്മൾ ആ ഒരു സൈൻ ബോർഡ് ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. അല്ലെ ആരുടെങ്കിലും ചോദിച്ചായിരുന്നാലും പോകുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഞാൻ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിക്കാം കേട്ടോ. മച്ചവരെ, അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്തത് ഇവിടെ കവലദുർഗ ഫോർട്ടിൻ്റെ ആ ഒരു ടിക്കറ്റൊക്കെ എടുക്കുന്ന കുറച്ച് ഫ്രണ്ടിലാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടെ ഒരു ഷോപ്പ് കണ്ടു. ഇവിടെ പുള്ളിയെടുത്ത് ഇങ്ങോട്ടാണോ എന്ന് ചോദിച്ച് നിർത്തിയതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു. പുള്ളിക്ക് ഹിന്ദിയും കന്നഡയും അറിയാവും. എനിക്ക് 2 പറഞ്ഞുകൂടെയായിരുന്നു, പക്ഷേ ആംഗ്യ ഭാഷയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പുള്ളി പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. പുള്ളി ഇവിടെ വച്ചിരിക്കാൻ പറഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാഗും ഹെൽമെറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് ബാക്കി വേണം നമുക്ക് ടിക്കറ്റ് എടുക്കുന്നവരടുത്ത് പോകാൻ. പുള്ളി വെള്ളമൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചു. വെള്ളമൊക്കെ നമ്മളല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങേ, അല്ലെങ്കിൽ നമ്മൾ വെള്ളമെല്ലാം കരുതിക്കണം. ഞാൻ വെള്ളം എപ്പോഴും കൊണ്ടു കൊടുക്കും. അപ്പം ഹെൽമെറ്റ് ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഹെൽമെറ്റും കൂടി ഇവിടെ വെച്ചിരുന്നു പറഞ്ഞു. അവിടെ വച്ചിരിക്കേണ്ട സേഫ് അല്ലെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തിട്ട് അടുത്ത് നമ്മൾ ട്രക്കിങ് ആരംഭിക്കുകയാണ് കേട്ടോ. മച്ചവരെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കവലദുർഗ ഫോർട്ടിൽ പോകുന്ന വഴിയാണ്. ഇവിടെയാണ്. അവിടെ നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് ടിക്കറ്റ് എടുക്കണം. 20 രൂപ എൻട്രി പാസ് ബൈക്ക് പാർക്കിങ്ങിന് വേണ്ടി. അത് കണ്ടോ, വ്യൂ ഒക്കെ സൂപ്പറല്ലേ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ട്രക്കിങ്. അപ്പ് ആൻഡ് ഡൗൺ 4 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 കടകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ, ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവന്നു. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ബാഗൊക്കെ അവിടെ ഒരു കടയിൽ ഞാൻ എടുത്ത് വെച്ചായിരുന്നു. കാരണം അല്ലെങ്കിൽ നമ്മൾ അതും കൊണ്ട് ഇത് ചെയ്യണം. ഭയങ്കര രസമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഈ ഒരു വ്യൂ നമ്മൾ ട്രക്ക് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ രാവിലെ 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 9 മണിയാണ് ഓപ്പണിംഗ് എന്നാണ് മറ്റേ കൊടുത്തിരിക്കുന്നത്, മാപ്പിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്കൊന്നും രാവിലെ ഓപ്പണിംഗ് ആണെന്ന് തോന്നുന്നു. എത്ര മണിക്ക് ഓപ്പണിംഗ് ആണെന്ന് ചോദിച്ചില്ല. ഇപ്പോൾ ഓപ്പൺ ആയതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരു ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ നാട്ടുകാരെയാണോ അതൊന്നും നടത്തില്ലാണ്ട. ഇതുപോലെ ഈ ഒരു വരമ്പിൽ കൂടെ വേണം നമുക്ക് ആ ഒരു ഫോർട്ടിൽ പോവാൻ. രസമല്ലേ, സൂപ്പറല്ലേ. എടാ മോനെ, സംഭവം കിടുക്കും. എന്തായാലും നൈസ് തന്നെ കേട്ടോ. നല്ല രസമുണ്ട്. വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ല. വന്ന വഴിയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഏരിയയാണ് ഫുള്ള്. പക്ഷേ ഒരു 5 മണിക്കൊക്കെ ഇത് ഓപ്പണിംഗ് ആയിരുന്നെങ്കിൽ, പക്ഷേ ഇത് കാട്ട് റൂട്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ ഒരു ഫോറസ്റ്റ് ഏരിയയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും സംഭവം നൈസ് കേട്ടോ. ചുറ്റും നോക്കിയേ. ഓ എല്ലാ മോനെ, ഫുള്ള് കൃഷിയും നെല്ലിൻ്റെ ഇതൊക്കെ. നെൽകൃഷിക്ക് ഇതിപ്പം
നെൽകൃഷി കൊയ്ത്ത് കഴിഞ്ഞ് പാടത്ത് വെള്ളം കയറി കിടക്കുന്നതാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. അപ്പോൾ ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കുരങ്ങന്മാരെ കണ്ടു. ഇപ്പോൾ ഒരു പട്ടിയെ ഞാൻ ഫ്രണ്ട് വെച്ച് കണ്ടായിരുന്നു. നമ്മളെ ചിത്രം പറയുന്നത് പോലെ ഡുണ്ടുഡു എന്ന് പറഞ്ഞ് വിളിക്കാൻ പോയതായിരുന്നു. അപ്പോഴത്തേക്കും പൊക്കളഞ്ഞു. ഇതൊന്നും കാണിച്ചു തരായിരുന്നു. നമ്മൾ ഡുണ്ടുമൂനി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോകായിരുന്നു. പൊക്കളഞ്ഞു. ശേ, നല്ല തണുപ്പ് കേട്ടെ. ഓ കൊള്ളാം. ഓ ലാബൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മറ്റേ സാധനം കേട്ടോ, മറ്റേ പാമ്പിൻ്റെ മറ്റേ പൊത്തെ പടയപ്പ സിനിമ കാണിക്കുന്ന അതുപോലെ തയ്റ്റുവാണെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു. ഓക്കെ, അതല്ലേ ഐറ്റം. ഇപ്പോൾ പാമ്പൂലൊക്കെ കാണും. പാമ്പ് കാണുമല്ലേ, ഇവിടെ പാമ്പേ ഉള്ളൂ. അപ്പോൾ രാവിലെ കയറി പറഞ്ഞവർ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ പേടിക്കണ്ട. ഇവിടെ മറ്റേ അണലീരൊക്കെ ശല്യം കുറവാണ്. രാജവമ്പാലയൊക്കെ ഉള്ളൂ എന്നാണ് പറയുന്നത്. അകുമ്പേ റിസോർട്ട് ഫോറസ്റ്റ് ആ ഒരു ഭാഗമാണ്. രാജവമ്പാലയാണ് കൂടുതലും. എന്നാലും കാണും, നോക്കുന്നതൊക്കെ കാണാൻ സാധ്യതയുണ്ട്. വലയൊക്കെ അടിച്ച് കിടക്കണം. വലയൊക്കെ തെറിവിലൊക്കെ നോക്കി കിടക്കാം. ആവേശം മാത്രം നോക്കിയാൽ പറ്റില്ല. ഹായ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഈ സ്ഥലത്തുനിന്ന്, ഈ ഒരു കോട്ടയുടെ മുകളിൽ നിന്ന് നമുക്ക് റൈസിനായിട്ട് സൺസെറ്റ് കാണാൻ ഭയങ്കര രസമെന്നാണ് പറയുന്നത് എല്ലാവരും. നമുക്കതായത് പോയി നോക്കി നോക്കാം. ഒരു 360 വ്യൂ കിട്ടും. സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ആര് നിർമ്മിച്ചതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നും. റേഞ്ചെന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ എയർടെൽ. കേലാടി രാജ്യത്തിൻ്റെ 4ാമത്തെ കോട്ടയും, അതായത് അവരുടെ അവസാന കോട്ടയും ഇതായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ തലസ്ഥാന നഗരം കൂടെ ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ആ ഒരു കവടത്തിൽ വേണ്ട ആ കൂറ്റൻ 9ാം നൂറ്റാണ്ടിൽ വേണ്ട പാറ കൊണ്ട് ചാന്തൊന്നുമില്ല. അതെങ്ങനെ എന്തോ കേട്ടോ. സമ്മതിക്കണം, ചെത്തി. ഓക്കെ, ഒരുത്തിനിവിടെ കൂറ്റൻ മതിൽ, ഒരു കുന്നിൻ്റെ മണ്ടയിൽ. ഭയങ്കര രസമാണ് കേട്ടോ. ചുറ്റും നോക്കിയേ. ആരും ടിക്കറ്റിൻ്റെ അവിടെ ആരെങ്കിലും കാണുമായിരിക്കും. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഫോർട്ടിനായിട്ടുള്ള വേണ്ട കവലദുർഗ ആൾസോ കാൾഡ് ഭുവനാഗിരി വാസ്. ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തൊക്കെ കൊത്തുപണി വെച്ചിട്ടുണ്ട്. ഒക്കെ ഡോറൊക്കെ വരുമെന്തോ. ഇതാ ഒരു കോട്ടയത്ത് ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിലുള്ള ഒരു വ്യൂ. എൻ്റെ മോനെ ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പം അതിൻ്റെ അടിസ്ഥാനവും ഇങ്ങനെയുള്ള കുറച്ച് അവിടെ ഇവിടെയായിട്ടുള്ള ശേഷിപ്പുകളേ ഉള്ളൂ. നോക്കിയേ. 9ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഒരു കോട്ടയെങ്കിലും
ഇത് 1499 വിജയനഗര രാജ്യത്തിൻ്റെ സാമന്തന്മാരായിരുന്ന കേലാടി നായകർ ഈ കോട്ടയുടെ ഭരണം നടത്തി കേട്ടോ, 1499. എന്നാൽ 1565 ആ ഒരു സമയത്ത് വിജയനഗരത്തിൻ്റെ പതനത്തിന് ശേഷം കവരദുർഗ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും 1763 ഹൈദർ അലി അവരുടെ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുന്നതുവരെ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്ന സൈഡ് ഫുള്ളും കണ്ടോ, ഇതുപോലെ വലിയൊരു കോട്ട മതിലും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നടന്ന് നമ്മൾ പോകുന്നത് കാശി വിശ്വനാഥ ടെമ്പിളിലോട്ടാണ്. നടന്നത് അടുത്തൊരു കോട്ടവാതിലെത്തി കണ്ടോ, ഒരു സൈഡ് വഴിയൊക്കെ ഇങ്ങനെയൊക്കെ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കാണുന്നതാണ് ആ ഒരു കാശി വിശ്വനാഥ ടെമ്പിള്. ഇതിനകത്ത് ഏകദേശം 3 ടെമ്പിളും ഉണ്ട് കേട്ടോ, ഓരോന്നും ഓരോ പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇതിനുണ്ടോ പ്രത്യേകത, ഫുള്ള് കരിങ്കല്ല് കെട്ടിയതാണ്. ആ ഒരു കോട്ട പണിത സമയത്തായിരിക്കും എന്ന് തോന്നുന്നു ഇതും പണിയെടുപ്പിച്ചത്. കണ്ടോ 2 സ്തംഭം ഉണ്ട് കേട്ടോ ഫ്രണ്ടിലായിട്ട്. സാധാരണ ഇവിടെയൊക്കെ ഞാനും വന്നപ്പോൾ ഒരു സ്തംഭം കണ്ടിട്ടുള്ളൂ. ഈ ഒരു ക്ഷേത്രത്തിൽ ഇതാ 2 സൈഡിലായിട്ട് 2 സ്തംഭം വെച്ചിട്ടുണ്ട്. ഈ ഒരു ടെമ്പിളിൻ്റെ അകത്തുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ അകത്ത് ആരുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ടെമ്പിളിൻ്റെ എൻട്രി അത് കയറണം കേട്ടോ. ആ സൈഡിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് കല്ലിൽ കൊത്തുപണിയാണ് കേട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എങ്ങനെ അവർ ചെയ്താന്തോ, കയറുമ്പോൾ തന്നെ ഇതുണ്ടോ അകത്താണ് വിഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും. ഇത് ഏതൊക്കെ ദിവസം ഓപ്പൺ ആവുമെന്നൊന്നും അറിയത്തില്ല, ഇത് ഓപ്പൺ ആക്കുമെന്നൊന്നും അറിയത്തില്ല. ഫുള്ള് കൊത്തുപണി ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ അർത്ഥം ഉണ്ടെന്നറിയാം, പക്ഷെ എനിക്കറിയത്തില്ല കേട്ടോ. കണ്ടോ ഇതാണ് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. ഫുള്ളും 4 സൈഡും ഈ ഒരു കാശി വിശ്വനാഥ ടെമ്പിളിലെ 4 സൈഡും കരിങ്കല്ല് കൊണ്ട് തന്നെ കൊത്തുപണി ചെയ്തിട്ടുള്ള ഒരുപാട് വാളാർക്ക്, അതായത് കരിങ്കല്ലിൽ തന്നെ കൊത്തുപണി ചെയ്ത് ഡ്രാഗണൊക്കെ കൊത്തി ചെയ്യുന്നു. മുമ്പ് ഡ്രാഗണാണ്, പാമ്പിൽ ഡ്രാഗണൊക്കെ കൊത്തി ചെയ്യുന്നു. എന്നാൽ ഫുള്ള് 4 സൈഡും മതിലുണ്ട്. ഓക്കെ, ഫുള്ള് സംഭവം അകത്തുനിന്ന് വരുന്ന ആ ഒരു അഭിഷേകം കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു വെള്ളം പോലുള്ള ആ ഒരു സംഭവം ഫുള്ള് ഡ്രാഗനൊക്കെ കൊത്തി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു ഫുള്ള്, ഇതിൻ്റെ അകം ഫുള്ളും ഇതാണ് കേട്ടോ ആ ഒരു കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടോ. ഫ്രണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ. ഒരു സംഭവത്തിൽ ആ സൈഡൊക്കെ നല്ല മഴക്കാറാണ് കേട്ടോ. ഈ സൈഡ് നല്ല വെയിൽ. നോക്കിയത് കുളമുണ്ട് കേട്ടോ, വെള്ളം അടച്ചു വെച്ചിരിക്കുകയാണ്. എന്താ ഫുള്ള് കോയിനാണ് കേട്ടോ, ഇഷ്ടംപോലെ കോയിൻ അടക്കിയാണ്. ഒരു കാന്തം കൊണ്ടുവന്ന മൊത്തം നമുക്ക് വരാം. ഫുള്ള് കോയിൻ 2 രൂപ, 5 രൂപ, 1 രൂപ. വെള്ളം, പക്ഷേ ഇതിൻ്റെ വെള്ളം എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അടിയിലും പാറയൊക്കെയാണ് കിടക്കുന്നത്. പാൽമാക്രി കിടക്കണം, കുപ്പിയും കിടക്കുന്നതൊക്കെ ഉണ്ട്. ഇത് വെള്ളം ഊറ്റാണെന്ന് തോന്നുന്നു. അടിയിലോട്ടൊക്കെ ഫുള്ള് വൃത്തിയില്ല കിടക്കുകയാണ് കേട്ടോ. തുരങ്കമാണെന്തോ അടിയിലോട്ട്. ഇഷ്ടംപോലെ വേസ്റ്റും പൈസയും അതുപോലെ ഉണ്ട്. അങ്ങനത്തെ നടന്ന് ഇത് കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് നല്ല കിടിലൻ ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് താഴോട്ട് നോക്കിയാൽ അത്യാവശ്യം ഈ കോട്ടയുടെ ഏകദേശ ഭാഗവും നമ്മൾ കയറിയുന്ന എല്ലാ ഭാഗവും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ വേറൊരു ടെമ്പിളുണ്ട്, ശ്രീ ലക്ഷ്മി നാരായണ ടെമ്പിൾ. ഇതാണ് ഏറ്റവും ഹൈറ്റിലിരിക്കുന്ന ആ ഒരു ടെമ്പിളാണ് കേട്ടോ, പാറയുടെ മുകളിൽ ഉള്ള ഒരു ടെമ്പിളാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഏറ്റവും ടോപ്പിലുള്ള ഒരു വ്യൂവും കാര്യങ്ങളാണ് കേട്ടോ. സൂപ്പർ അല്ലേ?
അച്ഛന്മാരെ ഇതാ കണ്ടോ, ഈ കാണുന്നതാണ് ശ്രീ ലക്ഷ്മി നാരായണ ടെമ്പിൾ എന്ന് പറയുന്ന അടുത്ത രണ്ടാമത്തെ ഒരു ടെമ്പിൾ. ഇതാണ് ഇവിടെ ഏറ്റവും ഹൈറ്റിലിരിക്കുന്ന അടുത്തൊരു ടെമ്പിളാണ് കേട്ടോ. ഇവിടെ നമുക്ക് 360 ഈ ഒരു ഫോർട്ടിൻ്റെ 360 വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് മഴക്കാറാണ്. പക്ഷെ ഇവിടെ മഴ സീസണാണ്, എന്നാലും ഞാൻ വന്ന ദിവസം മഴയില്ല കേട്ടോ. ഇവിടെ ഉള്ളൊരു കുളമാണ്, പക്ഷെ ഇറങ്ങാതിരിക്കാൻ മരമൊക്കെ വച്ചിരിക്കുകയാണ്. ഇറങ്ങാൻ പറ്റും, പക്ഷെ വെള്ളം ക്ലീനല്ല. ക്ഷേത്രക്കുളം പോലത്തെ അത്ര ഇല്ലെങ്കിൽ ചിലപ്പോൾ രാജാവൊക്കെ കുളിക്കുന്ന സ്ഥലം വരുന്നതാണ്. ഉണ്ടോ, അത് ഒരു ടെമ്പിള്. നമ്മൾ മുകളിലോട്ട് കയറുന്നത് ഒരു ടെമ്പിളാണ്. നമുക്ക് ഇനി പോകാനുള്ളതാണ് നമ്മുടെ രാജഭരണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന സ്ഥലമല്ലേ, അങ്ങനെയുള്ള ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സംഭവം അത്യാവശ്യം നല്ല നടക്കാണ്ട് കേട്ടോ. കോട്ട ഒരു 1.5 കോട്ട തന്നെയാണ്. ഇവിടെയൊക്കെ ഓരോ കല്ലൊക്കെ വച്ചിരിക്കുന്നു. അവശേഷിപ്പുകളാണ് പലതിൻ്റെയും. ഇവിടെ ഒരു കല്ലുണ്ട്, അതിൻ്റെ കൂടെ മരവും പിടിച്ചു. ഇവിടെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. കോട്ട കയറുന്നപ്പോൾ അതൊക്കെ പോയി ഫുള്ളും മരങ്ങളായി. 9-ാം നൂറ്റാണ്ടിലല്ലേ. അപ്പോൾ ഇന്ന് കാണുന്ന ഒരു അവശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ. നല്ല മഴക്കാറുണ്ടോ, നല്ല മഴക്കാറെന്ന് പറഞ്ഞാൽ ഇപ്പം വേണോ പെയ്യുന്ന രീതിയിൽ മഴക്കാർ വന്നു. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ മഴയത്തൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ് ഇവിടെ. ഇപ്പോൾ നല്ല തണുപ്പായി കേട്ടോ, പെട്ടെന്നുണ്ട്. ആഹാ, മഴ പെയ്താൽ ഒതുങ്ങാനൊന്നും സ്ഥലമില്ല. ഇപ്പം കാട് കയറി കിടക്കുകയാണ് സംഭവം. അങ്ങോട്ടൊക്കെ ഈ കോട്ടയുടെ ബാലൻസ് ഉണ്ടായിരുന്നതാണ്. ഫുള്ള് കാട് കയറിക്കൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമ്മളങ്ങനെ നടന്ന് വീണ്ടും എവിടെയൊക്കെ എത്തി. അതെ, ഉള്ളതിലെത്തി ശരിയുള്ള സ്ഥലം. ഇതായിരുന്നു ആ രാജാവിൻ്റെ ഒക്കെ ഇരിക്കുന്ന സ്ഥലമെന്ന് തോന്നുന്നു. കാരണം എന്താ, കാലൊക്കെ കഴിവാനുള്ള ഒറ്റ സാധനമാണ് കേട്ടത്. അത് തന്നെ 2 വലിയ ടാങ്ക്, ഇത് വെള്ളം നിറച്ചിടാനുള്ള സംഭവമാണ്. ഇവിടുന്ന് കാല എഴുതിയിട്ടകത്ത് കയറണം ഒരിക്കലും. ഓക്കെ, തൂണുകൾ മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു കേട്ടോ കൊട്ടാരത്തിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഫുള്ള് തൂണുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സെറ്റ് കേട്ടോ. ഇത് ചിലപ്പോൾ കുളിമുറിയായിരിക്കും അന്നത്തെ. ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണിത്. അത് ചിലപ്പം ഈ രാജാവൊക്കെ ഇരുന്ന് മറ്റേ അധ്യക്ഷ കൂടുന്ന സ്ഥലമല്ലേ, അതാണെന്ന് തോന്നുന്നത്. ആ മറിഞ്ഞെടുക്കുന്ന തൂണുകളൊക്കെ ഉള്ളത്. സെറ്റ് ഇത് അന്നത്തെ ടോയ്ലറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ അതൊക്കെ. ഒന്നും മനസ്സിലാവില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. കുറേ അണ്ടർഗ്രൗണ്ട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. എൻ്റെ മുന്നു പാളം കുഴികളൊക്കെ ഉണ്ട്. അടിയിലൊരു നിലയും കൂടെ രഹസ്യം ഉണ്ടോയെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് ഇത് കത്തി കിടക്കുകയാണ്.
തടുപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയാണ് തോന്നുന്നത്. അടുക്കള റീജിയനാണോ എന്ന് അറിയത്തില്ല. അതാണ്ട് അടുപ്പൊക്കെ രണ്ടിത് അന്നേ പുകയില്ല തടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഹീറ്റ് എടുത്ത് ഇവിടെ വയ്ക്കാം, ഇവിടെയും വയ്ക്കാം കേട്ടോ. എന്തെങ്കിലും അങ്ങനത്തെ സംഭവമാണെന്ന് തോന്നുന്നു ടെക്നോളജി. ഇത് വേറെന്തോ ഒരു സംഭവം. ഡ്രെയിനേജ് സിസ്റ്റം ബാത്റൂം ആയിരുന്നു. ഓക്കെ, അത് കുഴിയാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ട് സംഭവം സെറ്റാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനെ കാട്ടി അപ്പുറമാണ്. സംഭവം ഇത്ര ഏരിയ ഒന്നും അല്ല. ഇതോ കിടക്കുന്നുണ്ട്, അവിടെയൊക്കെ പാറ എടുക്കുന്നുണ്ട്. അങ്ങ് മുകളിൽ അതിൻ്റെ മുകളിൽ വരെ ഉണ്ട്. പക്ഷെ ഫുള്ള് കാട് കയറി കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഏതുവരെ ഉണ്ടെന്ന് കറക്റ്റ് പോലും അറിയത്തില്ല. മൊത്തം കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാം. അങ്ങോട്ടൊന്നും ചെന്ന് കയറുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത്രയും കാട്ടിനിടയിൽ പോകേണ്ടി വരും. 9-ാം നൂറ്റാണ്ടിൽ പണിയെടുപ്പിച്ച കോട്ടയെങ്കിലും 16-ാം നൂറ്റാണ്ടിൽ വെങ്കടപ്പ നായക രാജാവായിരുന്നു കേട്ടോ ഈ കോട്ട വേഗമായി ശക്തിപ്പെടുത്തിയത്. അതായത് ഇന്ന് കാണുന്നത് പോലെയല്ല, ഇന്ന് അതിൻ്റെ അവശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ. ഈ കാണുന്നത് ഇതുപോലെ വിപുലീകരിച്ച് പണിതത് ഈ ഒരു വെങ്കടപ്പ നായക എന്ന് പറയുന്ന രാജാവ് 16-ാം നൂറ്റാണ്ടിലായിരുന്നു കേട്ടോ. കവലദുർഗ കോട്ടയെ മധ്യകാല എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു അത്ഭുതം എന്നും കൂടെ വിശേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പറയാൻ സാധിക്കും ഇത് കണ്ടപ്പോൾ തന്നെ. കാരണം 9-ാം നൂറ്റാണ്ടിൽ ഈ കാണുന്ന രീതിയിൽ പണികഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെയാണ്. ഈ കാണുന്ന രീതിയിൽ, അതായത് അടുപ്പ്, അത് അങ്ങനെ ബാത്റൂം, ടോയ്ലറ്റ്, നല്ലൊരു കിടിലൻ ഡ്രെയിനേജ് സിസ്റ്റം, അണ്ടർഗ്രൗണ്ട് പോലുള്ള ഡ്രെയിനേജ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ, ഒരു കുളത്തിലോട്ടാണ്. ഇത് രാജാവിന് വേണ്ടിയുള്ള ഇതല്ല കേട്ടോ. ഇത് കണ്ടോ, രാജാവിന് ഇനി കുളിക്കാൻ വേണ്ടിയുള്ള അതുപോലുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു. ചോര അവിടെ കണ്ടോ, ആ കുളം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊരു സ്റ്റെപ്പ് കിടക്കുന്നു. അപ്പോൾ ആ സ്റ്റെപ്പ് കയറി ടോപ്പ് പോകുമ്പോഴത്തേണ് എൻ്റെ മുകളിലോട്ട് വീണ്ടും കെട്ടിലുണ്ട്. പക്ഷെ കയറിപ്പോയി സ്റ്റെപ്പ് ഇതൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ്. എന്താ അണ്ടർഗ്രൗണ്ട്, എന്തൊക്കെ ചിമ്മിനി പോലത്തെ സെറ്റപ്പ് പോലെ സംഭവം. ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഒരു ബിൽഡിങ് പോലെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഫോട്ടോയിലെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം ഫുള്ള് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ.